ക്രിസ്തുവേശുവിന്റെ പരിശുദ്ധ നാമത്തിന് മഹത്വം ഉണ്ടാകുമാറാകട്ടെ. നമുക്ക് ഇന്നത്തെ പഠനം ആരംഭിക്കാം. പ്രാർത്ഥിക്കാം. പ്രാർത്ഥിക്കാം. കഴിഞ്ഞ ആഴ്ച നമ്മൾ പഠിക്കാനിടയായി തീർന്നത് ഒരു മനുഷ്യൻ നട്ടു വളർത്തുന്ന വൃക്ഷം അത് നട്ട് വെള്ളമൊഴിച്ച് വളമിട്ട് വളർത്തി തടിയായി, കമ്പുകളായി, ഇലയായി, ഫലമായി. ആ ഫലം മൂത്തു പഴുത്തു പാകമായി, ഉടമസ്ഥന് ഉപയോഗിക്കാൻ തക്ക പാകമായി. ഉടമസ്ഥൻ അത് ഉപയോഗിച്ചു കഴിഞ്ഞാൽ ആ വൃക്ഷത്തെ ഫലം കായ്ക്കുന്ന വൃക്ഷമായി കണക്ക് കൂട്ടുകയും അതിനു വേണ്ട എല്ലാ സംരക്ഷണങ്ങളും ചെയ്തു കൊടുക്കുകയും ചെയ്യുന്നു. ഇതുപോലെയാണ് ഒരു മനുഷ്യന്റെ ക്രിസ്തീയ ജീവിതം. അവനെ ദൈവസഭയിൽ കൊണ്ടുവന്ന് നടുന്നു, ദൈവരാജ്യത്തിൽ നടുന്നു. അത് വളർന്നു വലുതാകാൻ വേണ്ട ആത്മീക ആഹാരമായ വചനം, വെള്ളം ഇവയെല്ലാം സംരക്ഷണത്തോടു കൂടി കൊടുത്ത് അതിനെ വളർത്തുന്നു. അങ്ങനെ വളർത്തി ഫലം കായ്ക്കേണ്ടുന്ന സമയമുണ്ട്. ഇങ്ങനെ വരുമ്പോൾ ഈ ഫലം കായ്ക്കുന്ന സമയത്ത് യജമാനൻ ഫലത്തിനായിട്ട് തിരഞ്ഞു വരുമ്പോൾ ആ മനുഷ്യനിൽ നിന്ന് ഉടമസ്ഥൻ എന്തിനു വേണ്ടി നട്ടുവോ ആ ഫലം കിട്ടുന്നുവെങ്കിൽ അത് ഉടമസ്ഥനാൽ മാനിക്കപ്പെടാനും അധിക ഫലം കായ്ക്കേണ്ടതിന് ചെത്തി വെടിപ്പാക്കി അതിന് പൂർണ്ണ സംരക്ഷണം നൽകാനും ഇടവരും. ഇതാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചത്. അപ്പോൾ നട്ടവൻ കർത്താവ്, നട്ടവൃക്ഷം നമ്മൾ ഓരോരുത്തരും. കായ്ക്കേണ്ട ഫലങ്ങൾ ഗലാത്യ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 22-ാം വാക്യത്തിൽ നമ്മൾ വായിച്ചു. ഒന്ന് വായിക്കാം. ഗലാത്യ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 22-ാം വാക്യം. ആത്മാവിൻ്റെ ഫലങ്ങളോ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം, കൃതാനുസരണം. ഈ പ്രധാനമായിട്ട് ഈ 9 കൂട്ടം കാര്യങ്ങളാണ് ഒരു മനുഷ്യനിൽ നിന്ന് പുറപ്പെട്ടു വരുന്നത്. അപ്പോൾ ഈ കാര്യം പുറപ്പെട്ടു വന്നാൽ അത് കർത്താവ് അത് അനുഭവിച്ചാൽ ആ വൃക്ഷം, ആ വ്യക്തി ഒരു ദിവസത്തേക്കല്ല എന്നേക്കും മാനിക്കപ്പെടും. നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിച്ചു. നമ്മൾ പൈസയ്ക്കും ഭക്ഷണത്തിനും നമുക്ക് സൗകര്യങ്ങൾക്കുമൊക്കെ ഒരുപാട് ആഗ്രഹിക്കുന്നു. നല്ലൊരു വസ്ത്രം ധരിക്കണം, നല്ലൊരു ചെരുപ്പിടണം, നല്ലൊരു വണ്ടി വേണം, നല്ലൊരു ജീവിത സൗകര്യം വേണം. ഇതൊക്കെയും നമ്മൾ ആഗ്രഹിക്കുന്നു. ഭൂമിയും അതിൻ്റെ പൂർണ്ണതയും കർത്താവിനുള്ളതാണ്. പക്ഷേ ഇത് നമ്മളെല്ലാം ആഗ്രഹിച്ചിട്ട് നമുക്ക് കിട്ടുന്നില്ല. അതെന്താണ് അതിൻ്റെ കാരണം? കർത്താവിൻ്റെ ഭണ്ഡാരത്തിൽ എന്തിനെങ്കിലും കുറവുണ്ടോ? ഒരു കുറവുമില്ല. ഈ ലോകത്തിലുള്ളവർക്ക് മുഴുവനും കാറ് കൊടുക്കണമെന്ന് പറഞ്ഞാൽ കർത്താവിന് അതിന് മടിക്കേണ്ട കാര്യമൊന്നുമില്ല. കർത്താവ് ഒരു വാക്ക് പറഞ്ഞാൽ മതി. എന്നിട്ടും
അത് സാധിക്കാത്തവണ്ണം, ലഭിക്കാത്തവണ്ണം മനുഷ്യർ കഷ്ടപ്പെടുകയാണ്. അതിന്റെ കാരണം ഒറ്റ വാക്കിൽ ഇപ്പൊ പഠിച്ചിടത്തോളം നമ്മൾ എന്ത് പറയും? ഫലം കായ്ക്കുന്നില്ല. ഫലം കായ്ക്കുന്ന വൃക്ഷത്തിന് എന്ത് വളം വേണമോ, എന്ത് വെള്ളം വേണമോ, എന്ത് സംരക്ഷണം വേണമോ അത് കൊടുക്കും ഉടമസ്ഥൻ. കാരണം ഉടമസ്ഥൻ അതിന് വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത് തന്നെ. ഉടമസ്ഥന്റെ ആഗ്രഹം തന്നെ അതാണ്. പക്ഷേ കർത്താവിന്റെ വചനം പറയുന്നത്, മർക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ, പിന്നെ അവൻ ഉപമകളാൽ അവരോട് പറഞ്ഞു തുടങ്ങിയത്, മനുഷ്യൻ ഒരു മുന്തിരിത്തോട്ടം നട്ടുണ്ടാക്കി, ചുറ്റി വേലി കെട്ടി, ചക്കും കുഴിച്ചു നാട്ടി, ഗോപുരവും പണിതു, കുടിയാന്മാരെ ഏൽപ്പിച്ചു പരദേശത്ത് പോയി. കാലമായപ്പോൾ കുടിയാന്മാരോട് തോട്ടത്തിന്റെ തോട്ടത്തിന്റെ അനുഭവം വാങ്ങേണ്ടതിന് അവന് ദാസനെ കുടിയാന്മാരുടെ അടുക്കൽ അയച്ചു, പറഞ്ഞയച്ചു. അവർ അവനെ പിടിച്ചു തല്ലി വെറുതെ അയച്ചു കളഞ്ഞു. കർത്താവ് മതി. അപ്പോ ഒരു മനുഷ്യൻ ഒരു തോട്ടം നട്ടുണ്ടാക്കിയ ചരിത്രമാണ് പറയുന്നത്. ഫലം പറിക്കാനായിട്ട് വന്നപ്പോഴേക്കും അവർ അവനെ തല്ലി അയച്ചു കളഞ്ഞു എന്ന് മനസ്സിൽ പറയുകയാണ്. അപ്പൊ ഇതുപോലെ ദൈവസഭയിൽ എന്തിനാണ് നമ്മെ കൊണ്ടുവന്നതെന്ന് പലപ്പോഴും നമ്മൾ അറിയുന്നില്ല. നിശ്ചയമായിട്ടും ഈ 9 ഫലം പറിക്കാനായിട്ട് കർത്താവ് വരും. ഏതാ 9 ഫലം? സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മിൽ നിന്ന് അനുഭവിക്കാനായിട്ട് കർത്താവ് വരും. ഈ ഫലങ്ങൾ എന്ന് പറയുന്നത് ആത്മാവിന്റെ ഫലങ്ങളാണ്. പുറപ്പെടുവിക്കേണ്ടത് നമ്മൾ. ആത്മാവ് ഫലങ്ങളെ പുറപ്പെടുവിച്ചു കഴിഞ്ഞാൽ അത് ഏറ്റവും മാനിക്കത്തക്കതായി തീരും. ഒന്നാമത്തെ ഫലമാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചിന്തിച്ചത്. സ്നേഹം എന്ന ഫലം അനുഭവിക്കാനായിട്ട് ഉടമസ്ഥൻ വരിക. അങ്ങനെ ഉടമസ്ഥൻ വന്നു കഴിയുമ്പോൾ മനുഷ്യനോട് അടുത്ത് വരുന്നത്, മനുഷ്യന്റെ ഒരു കുഞ്ഞുണ്ട്, ഒരു കുട്ടിയുണ്ട്, അവനൊരു കുഞ്ഞേ ഉള്ളൂ. ആ കുഞ്ഞടുത്ത് വരുന്ന ആ കുഞ്ഞിനെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ച് ഭയങ്കര സ്നേഹം. പക്ഷെ ഉടയവൻ അവിടെ ഇല്ല. ഉടയവൻ വന്നോ? നട്ടവൻ വന്നോ? ഇല്ല. നട്ടവൻ വന്നാൽ തീരുമാനിച്ചാൽ മതി, ആര് വരുന്നു? ശത്രുവാണ് വരുന്നത്. അപ്പോ ഓർത്തു കൊള്ളണം, ഏത് മനുഷ്യനെയും കാണുമ്പോൾ ഓർത്തു കൊള്ളേണ്ടത്, ഒരു മനുഷ്യനെയും മലിനൻ എന്ന് പറയരുത്. ദുഷ്ടനാണെങ്കിലും അവനെ എന്തെന്ന് പറയരുത്? ഉറക്കെ പറ എന്ന് പറഞ്ഞ്, ഒരു മനുഷ്യനെയും മലിനൻ എന്ന് പറയരുത്. ജീവിതം മുഴുവനും നമുക്ക് ദോഷം ചെയ്യുന്നവനായിരിക്കാം. നമുക്ക് ഏറ്റവും ദോഷം ചെയ്യുന്ന ഒരു മനുഷ്യനായിരിക്കാം, പക്ഷെ മലിനനല്ല. കാരണം അവൻ എന്തുകൊണ്ട് അങ്ങനെ ചെയ്തിരിക്കുന്നു എന്നുള്ളത് വേറെ കാര്യം. അതിനെ അവൻ്റെ
ആ പ്രവൃത്തിയെ ജയിക്കാൻ നമുക്ക് കർത്താവ് തന്നിട്ടുള്ള മാർഗം നന്മയാൽ തിന്മയെ ജയിക്കുക. തിന്മയെ ജയിക്കേണ്ടത് എങ്ങനെയാ? നന്മയാ. അപ്പോൾ തൻ്റെ അടുക്കിലേക്ക് ദുഷ്ടൻ വരുമ്പോൾ, ശത്രു വരുമ്പോൾ തൊട്ടു പിറകെ ആരുണ്ട്? തൊട്ടു പിറകെ കർത്താവുണ്ട്. അപ്പോൾ 3 പേരും അതിൽ നിന്ന് അനുഭവിക്കുന്ന കാര്യങ്ങളുണ്ട്. ഒന്ന്, ശത്രു പ്രതീക്ഷിക്കാത്ത സ്നേഹം നമ്മിൽ നിന്ന് പ്രാപിക്കുന്നു. 2, നമ്മൾ കർത്താവിൻ്റെ വചനമനുസരിച്ച് സ്നേഹം കൊടുക്കുന്നു. ഇതിനോട് കൂടെ വന്ന കർത്താവ് വൃക്ഷം നട്ട് ഫലം പറിച്ച് തിന്നുന്ന ഒരു മനുഷ്യനെ പോലെ നമ്മിൽ നിന്ന് പുറപ്പെട്ട സ്നേഹം ശത്രുവിന് പോയതേ നമ്മൾ കണ്ടുള്ളൂ. യഥാർത്ഥത്തിൽ ആ ഫലം ചെന്നതാർക്കാം? യഥാർത്ഥത്തിൽ ആ ഫലം ചെന്നത് കർത്താവിനാണ്. അപ്പോൾ ഞാനിവിടെ ഇരിക്കുന്നു, ഞാനിവിടെ നിൽക്കുന്നു, ശത്രു വരുന്നു, കാണാത്ത ഒരാളായിട്ട് കർത്താവും വരുന്നു. ഞാൻ അവനോട് സ്നേഹത്തിൻ്റെ ഒരു പ്രവൃത്തി ചെയ്യുന്നു. ആ സ്നേഹം അവൻ ഏറ്റുവാങ്ങിക്കൊണ്ട് അങ്ങ് പോകുന്നു. പക്ഷേ ഈ സ്നേഹം ഫലമായിട്ട് ആർക്ക് ലഭിക്കുന്നു? അദൃശ്യനായ കർത്താവിന് ലഭിക്കുന്നു. കർത്താവ് ആ ഫലവും കൊണ്ട് അങ്ങ് പോയി. അവിടെ വചനം പറയുന്നത്, അവന് നമുക്ക് ശത്രുവിൻ്റെ മേൽ അധികാരം കർത്താവ് തന്നു. നമ്മിൽ നിന്ന് ഫലം അനുഭവിച്ച കർത്താവ് നമ്മുടെ ജീവിതത്തെ വേറൊരു നിലയിലേക്ക് നടത്തുന്നു. നമ്മൾ പല സന്ദർഭങ്ങളിലും ഇങ്ങനെ വരുമെങ്കിലും പരീക്ഷയായിട്ട് ഭവിക്കും. പരീക്ഷയായിട്ട് ഇത് വരുമ്പോൾ നമ്മൾ വെറുതെ ഇതിൽ ജയിക്കുന്നുവെങ്കിൽ പിന്നെ നമ്മുടെ ജീവിതം ഫലം കായ്ക്കുന്ന വൃക്ഷം, സ്നേഹം എന്ന ഫലം കായ്ക്കുന്ന വൃക്ഷമായി ദൈവം കണക്ക് കൂട്ടും. എല്ലാറ്റിലും വലുതാണ് സ്നേഹം. ആ ഫലം കായ്ക്കുന്നവൻ ദൈവത്തിന് മുമ്പാകെ ശ്രേഷ്ഠനുമാണ്. അപ്പോൾ രണ്ടാമത് എന്താണ്? സന്തോഷം. മനുഷ്യ ജീവിതത്തിൽ എപ്പോഴും ദുഃഖങ്ങളുണ്ടാകാം. വചനം പറയുന്നത്, തീപ്പൊരി ഉയരെ പറക്കുന്നത് പോലെ മനുഷ്യൻ കഷ്ടതയ്ക്കായി ജനിച്ചിരിക്കുന്നു. പറഞ്ഞേ, വചനം പറഞ്ഞേ. തീപ്പൊരി ഉയരെ പറക്കുന്നത് പോലെ മനുഷ്യൻ കഷ്ടതയ്ക്കായി ജനിച്ചിരിക്കുന്നു. ലോകത്തിൽ ജനിച്ച് ജീവിക്കുന്ന എല്ലാ മനുഷ്യർക്കും എന്തുണ്ട്? കഷ്ടതയുണ്ടെങ്കിൽ ദുഃഖവുമുണ്ട്. ഈ ദുഃഖത്തിൻ്റെ ഇടയിൽ സന്തോഷിപ്പാൻ ആർക്ക് കഴിയും? ദുഃഖത്തിൻ്റെ ഇടയിൽ സന്തോഷിപ്പാൻ ആർക്ക് കഴിയും? വചനം പറയുന്നത്, എപ്പോഴും സന്തോഷിപ്പീൻ, ഇടവിടാതെ പ്രാർത്ഥിപ്പീൻ. ആർക്ക് കഴിയും? കർത്താവിന്റെ സ്വന്തം. ഫിലിപ്പിയ ലേഖനം 4:4 നമ്മൾ വായിക്കുമ്പോൾ, വായിക്കാം. കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പീൻ, സന്തോഷിപ്പീൻ എന്ന് ഞാൻ പിന്നെയും പറയുന്നു. നിങ്ങളുടെ സൗമ്യത സകല മനുഷ്യരും അറിയട്ടെ. അപ്പോ എപ്പോഴും സന്തോഷിക്കാൻ കഴിയാവുന്നവരാ കൂട്ടരെന്ന് പറഞ്ഞാൽ ആരാ? സൗമ്യതയുള്ളവരാ. സൗമ്യത എന്ന് പറഞ്ഞാൽ എന്താണ് എൻ്റെ അർത്ഥം? ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുന്നവൻ. ദൈവത്തിന് ഇഷ്ടം ചെയ്യാൻ, സ്വന്തം ഇഷ്ടം ചെയ്യാതെ ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യാൻ കഴിവുള്ളവനാണ് സൗമ്യൻ. അപ്പോൾ മനുഷ്യർക്ക് ദുഃഖം ഉണ്ടാകുന്നത് എങ്ങനെയാ? നമുക്ക് ഇഷ്ടമുള്ള ഒരു കാര്യം അത് നടക്കാതെ വരുമ്പോൾ നമുക്ക് ദുഃഖമായി. മനസ്സിലായില്ലേ?
എന്നാൽ ദൈവത്തിന് ഇഷ്ടം അതാണെന്ന് അതാണ് എന്നറിയുന്നവനോ സന്തോഷമുള്ളൂ. ഏ? എനിക്ക് ആരുടെ ഇഷ്ടം നടന്നാൽ മതി? ദൈവത്തിന് ഇഷ്ടം നടന്നാൽ മതി. എൻ്റെ ഇഷ്ടം നടക്കണ്ട. മനുഷ്യർക്ക് മനുഷ്യർക്ക് ദുഃഖം ഉണ്ടാകുന്ന എവിടെന്നാ? നമ്മുടെ കഷ്ടതയിൽ നിന്നും, നമ്മുടെ അവയവങ്ങളിൽ പോരാടുന്ന പുകഴ്ചയിൽ നമുക്കൊരു ആഗ്രഹം ഒന്നുണ്ടായി. എനിക്കിപ്പോ ഒരു നല്ലൊരു ഭക്ഷണം കഴിക്കണം. ആ ഭക്ഷണം കഴിക്കാൻ ആഗ്രഹിച്ചു പോയി. ആഗ്രഹിച്ച് ഞാനിങ്ങനെ നടക്കുക. കിട്ടണില്ല. കിട്ടാതെ വന്നപ്പോ എന്തായി? ദുഃഖമായി. അപ്പോ ഒരു കാര്യം പറഞ്ഞ കർത്താവ്, അത് ദൈവത്തിന്റെ ഹിതമല്ല ഇപ്പൊ ആ ഭക്ഷണം കഴിക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ അവൻ എന്തായി? സന്തോഷമായി. ഇങ്ങനെ താൻ ആഗ്രഹിക്കുന്നത് നടന്നില്ലെങ്കിലും ദൈവം ആഗ്രഹിക്കുന്നത് നടക്കുമ്പോൾ സന്തോഷിക്കുന്നവരാണ് ആര്? ഉറക്കെ പറ. സൗമ്യർ. കർത്താവിന്റെ അടുക്കിലേക്ക് വരുമ്പോൾ കർത്താവ് നുകം വെച്ച് പഠിപ്പിക്കുന്നത് ഒരു സ്വഭാവമാണ് സൗമ്യത. കാരണം കർത്താവ് പറഞ്ഞു, എൻ്റെ നുകം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പീൻ, എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് സമാധാനം ഉണ്ടാവും, ആശ്വാസം പ്രാപിക്കും. എൻ്റെ നുകം ലഘുവും എൻ്റെ നുകം മൃദുവുമാകും, ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകും. അപ്പോൾ കർത്താവ് വിശ്വാസത്തിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് നുകം വെച്ച് പഠിപ്പിക്കും. ഇതിനു വേണ്ടിയിട്ടാ കർത്താവിന്റെ സ്വഭാവം നമുക്ക് വരാൻ. കർത്താവിന്റെ സ്വഭാവം എന്തൊക്കെയാ? മെയിനായിട്ട് സൗമ്യതയും സൗമ്യതയും താഴ്മയും. ഇത് രണ്ടുമാണ് കർത്താവിന്റെ സ്വഭാവം. അത് നമ്മിലേക്ക് വരും. ഇത് നമ്മിലേക്ക് വന്നു കഴിഞ്ഞാൽ, പണ്ടേ മുതൽ എനിക്ക് ആഗ്രഹമുള്ളതാണ്, എനിക്ക് ഒരു കാര്യം, എനിക്ക് ഒരു ഭക്ഷണം അല്ലെങ്കിൽ ഒരു വസ്ത്രം അല്ലെങ്കിൽ ഒരു കാര്യം ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമാണ്. പക്ഷെ വിശ്വാസത്തിൽ വന്ന് നുകം വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഏറ്റവും സന്തോഷമുള്ള കാര്യമാണെങ്കിലും ഉടനെ തന്നെ കർത്താവിന് ഹിതം എന്താണെന്ന് നോക്കും. ദൈവേഷ്ടം അതല്ല എങ്കിൽ ദൈവേഷ്ടത്തിന് വേണ്ടിയിട്ട് ഇതിന് ദുഃഖമില്ല, അതിന് സന്തോഷമുണ്ട്. അപ്പോൾ ഓർക്കണം, എപ്പോഴും സന്തോഷിപ്പാൻ കഴിവുണ്ടോ എന്ന് നോക്കുന്ന എപ്പോഴാണ്? ഇഷ്ടം, സ്വന്തം ഇഷ്ടം നടക്കാതെ വരുമ്പോൾ പ്രതീക്ഷിച്ചിരിക്കുക. ഇന്ന് എനിക്ക് അത് തരും, ഇന്ന് എനിക്കത് കിട്ടും എന്ന് പ്രതീക്ഷിച്ചിരിക്കുക. ഉറപ്പാ. ഈ അത്ര പ്രതീക്ഷിച്ച്, കാരണം അത് കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര സന്തോഷാ. ഇങ്ങനെ അതിയായിട്ടും ആശിച്ചിരിക്കുന്ന ഒരു സമയമുണ്ടെങ്കിൽ അപ്പോൾ വരും ആര്? കർത്താവ് വരും. എന്തിനു വേണ്ടിയിട്ട്? സമയമായപ്പോൾ ഒരാൾ വന്ന് പറയാം, അത് നടക്കൂല കേട്ടോ, ആ കാര്യം നടക്കൂല, ഭയങ്കര പ്രയാസമായിപ്പോയി, താങ്ങാൻ പറ്റാത്ത വേദനയായിപ്പോയി, ഒരിക്കലും അത് പ്രതീക്ഷിച്ചില്ല, അങ്ങനെ ഉള്ള ഒരു ജീവിത അനുഭവമായിപ്പോയി. പക്ഷെ പുറകിൽ ആരുണ്ട്? കർത്താവുണ്ട്. എന്താ? ആ ദുഃഖത്തിൽ ജീവിതം കഴിക്കാതെ അവൻ ചിന്തിക്കുകയാണ്, ദൈവത്തിന്റെ ഇഷ്ടം അതല്ല. ദൈവത്തിന്റെ ഇഷ്ടമാണെങ്കിൽ എനിക്കത് കിട്ടുമായിരുന്നു. ദൈവത്തിന് ഇഷ്ടമല്ല. അപ്പൊ കിട്ടാതിരുന്നതിന് എന്തോ ഒരു നന്മയുണ്ട്. അപ്പൊ എനിക്ക് കിട്ടുന്നതാണോ കിട്ടാത്തതാണോ സന്തോഷം? കിട്ടിക്കഴിഞ്ഞാൽ അത് എൻ്റെ ഇഷ്ടം, സന്തോഷമുണ്ട്. എനിക്കത് ലഭിക്കാതിരിക്കണമെങ്കിൽ കർത്താവ് പറഞ്ഞിട്ടല്ലേ, കർത്താവ് അങ്ങനെ എനിക്ക് തരാതിരിക്കണമെങ്കിൽ ഒരു നന്മയുണ്ടല്ലോ അതിനകത്ത്, അതിനോടുകൂടി സന്തോഷിച്ചത് മതി. ഇങ്ങനെ വരുമ്പോ കർത്താവിന്റെ വചനം പറയുന്നത്, ഉടയവൻ ഫലവുമായിട്ട് പോകും. വാക്യം മറന്നുപോകാതെ ഒന്ന് പറഞ്ഞ്, വായിക്കാതെ എന്ന് പറഞ്ഞേ. എപ്പോഴും സന്തോഷിപ്പീൻ, ഇടവിടാതെ പ്രാർത്ഥിപ്പീൻ. അല്ല, ആ വാക്യം ഒന്ന് വായിച്ചേ. ഫിലിപ്പിയർ 4:4.
കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പിൻ സന്തോഷിപ്പിൻ എന്ന് ഞാൻ പിന്നെയും കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പീൻ സന്തോഷിപ്പീൻ എന്ന് ഞാൻ പിന്നെയും പറയുന്നു. നിങ്ങളുടെ സൗമ്യത സകല മനുഷ്യരും അറിയട്ടെ. നിങ്ങളുടെ സൗമ്യത പറയണം. അപ്പോ ഒരു കാര്യമുണ്ട്, മനുഷ്യൻ എത്ര നഷ്ടം വന്നാലും, എന്തെല്ലാം നഷ്ടപ്പെട്ടാലും, എന്തെല്ലാം ദുഃഖകരമായ കാര്യങ്ങളുണ്ടായാലും, ആ സമയത്ത് ആ അത്രയും ദുഃഖത്തിലും സന്തോഷിപ്പാൻ കഴിവുള്ളത് ഒരൊറ്റ കൂട്ടർക്കേ ഉള്ളൂ. ആർക്കാ? ഉറക്കെ പറയും. സൗമ്യതയുള്ളവർ. എപ്പോഴും സൗമ്യത. ഒരാൾക്ക് അവരുടെ വീട്ടിലൊരു മരണം നടന്നു. ആ മരണം നടന്നപ്പോ അപ്പോഴും അവരുടെ മുഖത്തേക്ക് നോക്കിയപ്പോൾ പ്രത്യാശയ്ക്ക് കുറവൊന്നുമില്ല, സന്തോഷത്തിന് കുറവൊന്നുമില്ല. എന്ന് പറഞ്ഞാൽ കരച്ചിലൊക്കെ ഉണ്ടാവും, കരച്ചിലൊക്കെ ഉണ്ടാവും. ഞാൻ എൻ്റെ വായ കൊണ്ട് അവനോട് നിലവിളിച്ചു, എങ്കിലും എൻ്റെ നാവിന്മേൽ അവൻ്റെ പുകഴ്ചയുണ്ടായിരുന്നു. വാ കൊണ്ട് എന്ത് ചെയ്തു? നിലവിളിച്ചു. അയ്യോ, എനിക്കിതിങ്ങനെ ഭവിച്ചല്ലോ എന്നാണ്. പക്ഷെ നാവിൽ എപ്പോഴും ഉണ്ടാവും, പുകഴ്ച ഉണ്ടാവും. ദൈവം നീതിമാൻ. എനിക്ക് നന്മയ്ക്കായിട്ടല്ലാതെ ഒന്നും ചെയ്യില്ല. എനിക്ക് നന്മയ്ക്കായിട്ടല്ലാതെ എൻ്റെ കർത്താവും ചെയ്യില്ല. എൻ്റെ വായ കൊണ്ട് ഞാൻ അവനോട് വിളിച്ചു പറഞ്ഞ്, എൻ്റെ വായ കൊണ്ട് ഞാൻ അവനോട് നിലവിളിച്ചു, എങ്കിലും എൻ്റെ നാവിന്മേൽ അവൻ്റെ പുകഴ്ചയുണ്ടായി. ഒരിക്കലും അവരെ ദുഃഖിപ്പിച്ച് അവരെ നാവ് കൊണ്ട് ദുഷിക്കാനോ ദോഷം പറയാനോ സമ്മതിക്കില്ല. ഇതാർക്കേ സാധിക്കൂ? സൗമ്യതയുള്ളവർക്ക് മാത്രമേ സാധിക്കൂ. കർത്താവ് സ്തോത്രം. അപ്പോൾ ഇച്ഛാഭംഗം വരുമ്പോൾ ദൈവം വരുന്നു. ഉദ്ദേശങ്ങൾ സാധിക്കാതെ വരുമ്പോൾ, ബഹുദുഃഖങ്ങൾ ഉണ്ടാകുന്ന സമയം വരുമ്പോൾ കർത്താവ് വരുന്നു. എന്തിനു വേണ്ടിയിട്ട്? സൗമ്യത, സന്തോഷം എന്ന ഫലം പറിക്കാൻ. ഈ ഫലം കായ്ക്കുന്നവരുടെ പ്രത്യേകത എന്നറിയാവും, ഒരിക്കലും അവർക്ക് ദുഃഖം വരില്ല. ദുഃഖം എന്ന് പറഞ്ഞാൽ ഭൗതികമായിട്ട് നമുക്കുണ്ടായിരുമ്പോൾ നമ്മളൊരു അടി കൊണ്ടു കഴിഞ്ഞാൽ കണ്ണുനീരൊക്കെ വരും. അതല്ല, നാവിന്മേൽ നിന്ന് കർത്താവിൻ്റെ പുകഴ്ച പോവില്ല. അവരുടെ രക്ഷയുടെ സന്തോഷം അവരിൽ നിന്ന് പോകില്ലെന്നർത്ഥം. അപ്പോൾ നമ്മളിവിടെ ചിന്തിക്കുന്നത്, ഫലം പറിക്കാനായിട്ട്, സ്നേഹമെന്ന ഫലം പറിക്കാനായിട്ട് വരുമ്പോൾ നമ്മുടെ അടുത്തേക്ക് ആര് വരും? ശത്രു വരും. സന്തോഷം എന്ന ഫലം പറിക്കാൻ വരുമ്പോൾ ആര് വരും? എന്ത് വരും? എന്ത് സംഭവിക്കും? സന്തോഷം എന്ന ഫലം പറിക്കാനായിട്ട് കർത്താവ് വരുമ്പോൾ നമുക്ക് എന്ത് സംഭവിക്കും? എന്ത് സംഭവിക്കുമ്പോഴാണ് കർത്താവ് വരുന്നത്? ഉദ്ദേശകാര്യങ്ങൾ സാധിക്കാതെ വരുമ്പോൾ, ദുഃഖമുണ്ടാകുന്ന വിഷയങ്ങൾ, നഷ്ടം വരുമ്പോൾ, കഷ്ടം വരുമ്പോൾ, നമുക്ക് ദുഃഖമുണ്ടാകുന്ന കാര്യങ്ങൾ വരുമ്പോൾ കർത്താവ് വരുന്നു. ഇതിനു വേണ്ടിയിട്ട് ഫലം പറിക്കാൻ. ഓരോന്ന് നമ്മൾ മറന്നു പോകാതെ ഏറ്റവും അവസാനം അത് ഒന്നുകൂടെ കൂടി നമ്മൾ പറയേണ്ടതാ. ഇനി അടുത്തത് ദീർഘക്ഷമ. മനുഷ്യന് ദീർഘക്ഷമ എന്ന് പറയുന്നത് എവിടം വരെയാണ്? 2 തരത്തിലുള്ള ദീർഘക്ഷമയാണ്. ദീർഘക്ഷമ പൊതുവായിട്ട് നമ്മൾ കുറച്ചു നേരം നോക്കിയിരിക്കും, അത് കാത്തിരുന്ന്. ദീർഘക്ഷമയുടെ 2 ഘട്ടങ്ങളാണ്. ഒന്ന് മരണഭയം വരെ, 2 മരണം വരെ. ദീർഘക്ഷമയുടെ 2 ഘട്ടങ്ങൾ ഏതൊക്കെയാ? മരണഭയം വരെ, മറ്റത് മരണം വരെ. ഫലം കർത്താവ് പറിക്കാൻ വരുന്നത് എപ്പോഴാ? മരണഭയം വരുമ്പോൾ ഫലം പറിക്കാൻ വരും. പക്ഷെ ഫലം പറിക്കുന്നത് എപ്പോഴാ? മരണം ജീവിതത്തിൽ ഭവിക്കുമ്പോൾ ഫലം പറിക്കുന്നു. യേശാവിന് വന്നത് എന്താ? പറ. മരണഭയമാണ്. കാരണം വേട്ട കഴിഞ്ഞ് വന്നു കഴിഞ്ഞപ്പോൾ
തങ്ങൾക്ക് എന്ത് ചെയ്യുമെന്നറിയാൻ പാടില്ല. ഇപ്പം മരിക്കും ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ. ഇങ്ങനെ ഒരു അവസ്ഥയിലാണ് ഇവിടെ വരുന്നത്. കാരണം ഭക്ഷണം വെള്ളം കഴിച്ചില്ലെങ്കിൽ, വെള്ളം കുടിച്ചില്ലെങ്കിൽ ഇപ്പം മരിച്ചു പോകും. ഇപ്പം അവൻ എന്ത് വന്നിരിക്കുക? മരണഭയം. ഉടനെ ആര് വന്നു? കർത്താവ് വന്നു. എന്തിനു വേണ്ടിയിട്ട്? ഫലം പറിക്കാൻ. പക്ഷെ അവൻ എന്ത് ചെയ്തു? ജ്യേഷ്ഠാവകാശം വിറ്റ് ഭക്ഷണം കഴിച്ചു. ജ്യേഷ്ഠാവകാശം വിറ്റ് ഭക്ഷണം കഴിച്ചു. കർത്താവ് മടങ്ങിപ്പോയി. എന്തിനാൽ മടങ്ങിപ്പോയി? ഫലം കിട്ടാതെ മടങ്ങിപ്പോയി. ഫലം ഇല്ലാതെ വരുന്ന വൃക്ഷം എന്താ? ശാപത്തിനടുത്ത് ശപിക്കപ്പെട്ടതാണ്. വിഗ്രഹത്തെ ആരാധിക്കാനായിട്ട് കൽപ്പിച്ചപ്പോ ശദ്രക്ക് മേശക്ക് അബേദ്നെഗോ വിഗ്രഹത്തെ ആരാധിച്ചില്ല. അപ്പോ അവിടെ അറിയിപ്പുണ്ടായി, ദാ കിന്നരം, തമ്പുരു, വീണ മുതലായിട്ടുള്ള വാദ്യമേളങ്ങൾ ഒന്നോടെ ധ്വനിപ്പിക്കാൻ പോവാ. ഈ സമയത്ത് ദൈവത്തെ ഈ വിഗ്രഹത്തെ ആരാധിപ്പാൻ ഒരുങ്ങിയിരുന്നാൽ നല്ലത്. ഇല്ലെങ്കിൽ നിങ്ങളെ എരിയുന്ന തീച്ചുളയിലേക്ക് ഇടുക. എന്താ വന്നിരിക്കുന്നത്? ഏത് ഭയം വന്നു? ഏത് മരണസന്ധി വന്നിരിക്കുക? ഉടനെ ആര് വന്നു? കർത്താവ് വന്നു. എന്തിനു വേണ്ടിയിട്ട്? ഫലം പറിക്കാൻ. ഏത് ഫലം പറിക്കാൻ? ദീർഘക്ഷമ എന്ന ഫലം പറിക്കാൻ വന്നിരിക്കുക. ദീർഘക്ഷമ എന്ന ഫലം പറിക്കാനായിട്ട് 2 ഘട്ടങ്ങളാണ് കർത്താവ് നോക്കുന്നത്. ഏതൊക്കെയാ? മരണഭയത്തിൻ്റെ സമയം, മരണത്തിൻ്റെ ഭയം. ഇവിടെ മരണഭയത്തിൻ്റെ സമയത്തെ അതിജീവിച്ചു ആര്? മരണഭയം പോയിട്ട് അവർ തള്ളിക്കളഞ്ഞു. ആര്? ശദ്രക്ക് മേശക്ക് അബേദ്നെഗോ. മരണഭയം വന്നപ്പോൾ ദുർഫലം കായ്ച്ചു. ഫലം കായ്ക്കാതെ വണ്ണം ദോഷം പ്രവർത്തിച്ചു. ആര്? ഏശാവ്. ഇപ്പൊ 2 ഘട്ടങ്ങൾ ഓർക്കണം. ഈ ദീർഘക്ഷമ എന്നുള്ള ഫലം കായ്ക്കാൻ നേരത്ത് മാത്രം സൂക്ഷിക്കണം. ഒരാൾക്ക് മരണഭയം വന്നിട്ടുണ്ടെങ്കിൽ അവിടെ വരും കർത്താവ്. മരണഭയം വന്നിട്ടുണ്ടെങ്കിൽ അവൻ്റെ വായിൽ നിന്ന് അരുതാത്തത് വരും. ഏശാവ് പറഞ്ഞ അരുതാത്ത കാര്യം എന്താണെന്ന് പറയാവോ? മരണഭയത്തിൽ ഈ ജ്യേഷ്ഠാവകാശം എനിക്ക് എന്തിന്? ഞാൻ മരിക്കേണ്ടി വരുമല്ലോ. ആ പറയണ വാക്കുകളാണ്. ഫലം പറിക്കാൻ വന്നവൻ നിരാശനായി മടങ്ങി. മരിക്കുന്നെങ്കിൽ മരിക്കട്ടെ, മരിക്കുന്നെങ്കിൽ മരിക്കട്ടെ എന്ന് തീരുമാനിച്ച് ആ മരണത്തോട് അഭിമുഖീകരിച്ചിരുന്നെങ്കിൽ ഉടയവൻ ഫലവുമായിട്ട് പോയേനെ. പക്ഷേ അത് ശപിക്കപ്പെട്ട വൃക്ഷമായി തീർന്നു. ഇവിടെ മരണഭയം വന്നിരിക്കുക. മരണഭയം വന്നപ്പോൾ ശദ്രക്ക് മേശക്ക് അബേദ്നെഗോ പറയുകയാണ്, നെബൂഖദ്നേസറേ, ഈ കാര്യത്തിൽ ഉത്തരം പറയേണ്ട കാര്യമില്ല. ഞങ്ങൾ വിശ്വസിക്കുന്ന ദൈവത്തിന് ഞങ്ങളെ വിടുവിക്കാൻ സാധിക്കുമെങ്കിൽ വിടുവിക്കും. ഇനിയിപ്പോൾ വിടുവിച്ചില്ലെങ്കിലും ഈ നീ നിർത്തിയ ബിംബത്തെ നമസ്കരിക്കില്ല. അവർക്കെതിരെ ഭയമില്ല, മരണത്തെ ഭയമില്ല. അവർ ദൈവത്തിന് വേണ്ടി കാത്തിരിക്കുക, ദീർഘക്ഷമയോടെ കാത്തിരിക്കുക. ഒടുവിൽ അവരെ ബന്ധിച്ച് കൈകാലുകൾ കെട്ടി തീച്ചൂള സാധാരണ ചൂടിൽ 7 മടങ്ങ് ഇരട്ടിയായി ചൂടുപിടിപ്പിച്ചു കൊണ്ടുപോയി ഇട്ടു. പ്രധാന സാധനം ലോകത്തിൻ്റെ കാഴ്ചപ്രകാരം അവർ മരിച്ചു. ദൈവത്തിൻ്റെ വചനം പറയുന്നത് ഫലം പറിച്ചു. ആര്? കർത്താവ് ഫലം പറിച്ചു. തീച്ചൂളയിൽ അവർ വീണു, കെട്ടഴിഞ്ഞവരായിട്ട് പുറത്തു വന്നു. അവരുടെ ജീവിതം ഇനിയൊരു പരീക്ഷയില്ല. അവരിൽ നിന്ന് കർത്താവ് ഈ ഫലം പ്രാപിച്ചു. ഏത് ഫലം? ദീർഘക്ഷമ എന്ന ഫലം പ്രാപിച്ചു. അപ്പോ നമ്മൾ ചിന്തിക്കേണ്ടത്, ദീർഘക്ഷമ എന്ന ഫലം ഒരു മനുഷ്യനിൽ നിന്ന് കർത്താവ് പ്രാപിക്കാൻ വരുമ്പോൾ വരുന്ന ഏതൊക്കെ ഘട്ടത്തിലാണ്? ഒന്ന് മരണഭയത്തിലും,
രണ്ട് മരണത്തിലും. ഈ രണ്ട് ഘട്ടത്തിലാണ് വരുന്നത്. അപ്പോൾ ദീർഘക്ഷമ എവിടം വരെയാ? മരിച്ചാലും ദൈവത്തിന് വിരോധമായിട്ട് നിൽക്കുകയില്ല, പ്രവർത്തിക്കുകയില്ല, സംസാരിക്കുകയില്ല എന്നൊരു തീരുമാനത്തിൽ നിൽക്കുന്നു എന്ന് ഉറപ്പായാൽ ഫലം പറിച്ചു തിന്ന അനുഭവത്തിൽ കർത്താവ് അവനെ അനുഗ്രഹിച്ച് മടങ്ങുന്നു. ഇല്ല എങ്കിൽ ഏശാവിനെ പോലെ അവൻ ശപിക്കപ്പെട്ടവനായി തീർന്നു. വീണ്ടും മറന്നു പോകരുത്, ഫലം പറിക്കാൻ, സ്നേഹമെന്ന ഫലം പറിക്കാൻ വരുമ്പോൾ മനുഷ്യന്റെ അടുക്കിലേക്ക് ആര് വരുന്നു? ശത്രുക്കൾ. വചനം ഏതാ? വചനം നിന്റെ ശത്രുവിനെ സ്നേഹിക്കുക. രണ്ടാമത്തത് സന്തോഷം. സന്തോഷം എന്ന ഫലം അനുഭവിക്കാൻ വരുന്നത് എപ്പോഴാ? മനുഷ്യന് ദുഃഖവും ഇച്ഛാഭംഗവും വേദനയും കഷ്ടതയും ഉണ്ടാകുമ്പോൾ കർത്താവ് ഫലം പറിക്കാൻ വരുന്നു. ആ സമയത്ത് ദുഃഖം അവനെ കീഴടക്കാതെ ഏത് ദുഃഖത്തിലും അവനിൽ സന്തോഷമുണ്ടെങ്കിൽ ഉടയവൻ ഫലം പറിക്കുന്ന അനുഭവത്തിൽ മടങ്ങുന്നു. മൂന്നാമത്തത് ദീർഘക്ഷമ. ദീർഘക്ഷമയ്ക്ക് രണ്ട് ഘട്ടങ്ങളാണ്. ഒന്ന് മരണഭയത്തിലും മരണത്തിലും. മരണഭയത്തിൽ കർത്താവ് അടുത്തു വരുന്നു. ഏശാവിൽ നിന്ന് കേട്ടത്, ഈ ജ്യേഷ്ഠാവകാശം എനിക്ക് എന്തിനാ, ഞാൻ മരിച്ചു പോകുമല്ലോ. മരണത്തെ ഭയപ്പെട്ട് കർത്താവിനെ തള്ളിപ്പറഞ്ഞു, കർത്താവിൻ്റെ അവകാശത്തെ തള്ളിപ്പറഞ്ഞു. അവൻ ശപിക്കപ്പെട്ടവനായി. എസ്തേർ പറഞ്ഞു, മരണ ഭയം വന്നപ്പോൾ എസ്തേർ പറഞ്ഞു, ഞാൻ മരിക്കുന്നുവെങ്കിൽ മരിക്കട്ടെ. ഉടയവൻ ഫലവുമായിട്ട് മടങ്ങി. ശദ്രക്, മേശക്കും അബേദ്നെഗോ പറഞ്ഞു, ഞങ്ങൾ ഈ വിഗ്രഹത്തെ നമസ്കരിക്കുകയില്ല. അതെന്തെല്ലാം വന്നാലും. തീച്ചൂളയിൽ വീണു, കർത്താവ് അവരെ രക്ഷിച്ചു. ഫലം പറിച്ച അനുഭവത്തിൽ കർത്താവ് മടങ്ങുവാനിടയായി തീർന്നു. കർത്താവ് സ്തോത്രം. കർത്താവ് അടുത്തത് ദീർഘക്ഷമ. 522 ഗലാത്യർ. ദയ. മനുഷ്യന്റെ ജീവിതത്തിൽ ദൈവിക സ്വഭാവങ്ങൾ മൂന്നാണ്. എന്താണ്? ദൈവത്തിൻ്റെ സ്വഭാവത്തിൽ ഏറ്റവും ശ്രേഷ്ഠമേറിയ 3 സ്വഭാവം ഏതൊക്കെയാ? ന്യായം, കരുണ, വിശ്വസ്തത. ന്യായം, കരുണ, വിശ്വസ്തത എന്നീ 3 സ്വഭാവങ്ങളാണ് ദൈവത്തിന് മുമ്പാകെ ഏറ്റവും ശ്രേഷ്ഠം. ഇതിൽ രണ്ടാമത്തതാണ് കരുണ അല്ലെങ്കിൽ ദയ. ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനോട് അല്ലെങ്കിൽ അവനിൽ നിന്ന് ദയ പുറപ്പെട്ടു വരുന്നത് എപ്പോഴാണ്? അതിന് നമ്മൾ പഠിക്കുന്നത് കർത്താവിനോട് കൂടെ 2 കള്ളന്മാർ ക്രൂശിക്കപ്പെട്ടു. 3 പേരും മരിക്കാൻ പോവാ. 3 പേരുടെ ശരീരത്തിലും ആണി അടിച്ചിട്ടുണ്ട്, ചാട്ടവാറടിയുണ്ട്, സകല പീഡകളുമുണ്ട്. എന്നാൽ തൻ്റെ കൈകളിലും കാലുകളിലും ആണി അടിച്ച് ഇനി തനിക്ക് രക്ഷയില്ല എന്ന് ഒരുവന് ബോധ്യമായപ്പോൾ അവൻ കർത്താവിനെ നോക്കിയപ്പോൾ, ഞാൻ കള്ളനാ, കൊള്ളക്കാരനാ, പിടിച്ചുപറിക്കാരനാ. ഇവനോ നിരപരാധി, ഒന്നും ചെയ്യാത്തവൻ, നന്മ മാത്രം ചെയ്തവൻ. ഞാൻ തിന്മ ചെയ്തവൻ, ഇവൻ നന്മ ചെയ്തവൻ. അവരുടെ കൂട്ടുകാരൻ പറഞ്ഞു, നീ ക്രിസ്തു അല്ലേ, ദൈവപുത്രനല്ലേ, നിന്നെ തന്നെ രക്ഷിക്ക്, ഞങ്ങളെയും കൂടെ രക്ഷിക്ക്.
എന്ന് കർത്താവിനോട് പറഞ്ഞപ്പോൾ ഈ കള്ളന് അവൻ ഉണർന്നു. വേദനയാന്ന് ഓർക്കണം. 3 പേരിൽ നിന്നും ഒരുപോലെ രക്തം ഒഴുക്കുക, വേദന കൊണ്ട് നിലവിളിക്കുക, മരിക്കാൻ നിമിഷങ്ങളേ ഉള്ളൂ. ഇവൻ ശാസിച്ചു, എന്താടാ നീ പറയണേ? എന്താ നീ പറഞ്ഞെന്താ? നീ ക്രിസ്തുവെങ്കിൽ ഇറങ്ങി വരാനോ? എടാ, ഒരു കാര്യം മനസ്സിലാക്കണം. നമ്മൾ രണ്ടുപേരും ഇന്ന് ഈ ശിക്ഷ അനുഭവിക്കുന്നതും ഈ വേദന അനുഭവിക്കുന്നതും ഈ രക്തമൊഴുകുന്നതും തകരുന്നതും എല്ലാം നമ്മൾ ചെയ്ത പ്രവൃത്തിയുടെയാണ്. നിനക്കറിയാവോ? അല്ലേ? നമ്മൾ ചെയ്ത പ്രവൃത്തിയുടെ അല്ലേ നമ്മൾ അനുഭവിക്കുന്നത്. ഇവനെ നോക്ക്, അവൻ എന്ത് തെറ്റ് ചെയ്തു? അവൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല. എന്നിട്ട് കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെയും കൂടി ഓർക്കണം. അപ്പോ കർത്താവിന്റെ വചനം പറയുന്നത്, ഒരു മനുഷ്യന് ഒരു സ്കൂളിൽ ഒരു കുട്ടി മറ്റൊരു കൊച്ചിന്റെ പെൻസിൽ ചവിട്ടി പിടിച്ചു കളഞ്ഞു. താൻ ചവിട്ടി പിടിച്ചത് താനാണ്, കുഞ്ഞു കുട്ടികളാ. അപ്പുറത്ത് വേറൊരു കുട്ടി സാറ് പിടിച്ചേക്കുക, നീ എന്തിനാ അവന്റെ പെൻസിൽ ഒടിച്ച്? ഞാൻ ഒടിച്ചില്ല. പിന്നെ ഇത് ഒടിഞ്ഞ എങ്ങനെയാ? അവര് പറഞ്ഞല്ലോ നീയാ ഒടിച്ചേക്കുന്നത്. ഇവന് ഒരു വടിയെടുത്ത് ഒരടി അങ്ങ് കൊടുത്തു കഴിഞ്ഞപ്പോഴേക്കും ആ ക്ലാസ്സിൽ ഒരു കൊച്ച് കരഞ്ഞുകൊണ്ട് എഴുന്നേറ്റ്, സാറേ, അവനെ തല്ലല്ലേ, ഞാനാ ചവിട്ടി ഓടിച്ചത്, ഞാനത് ഒടിച്ച് അവന്റെ പേര് പറഞ്ഞതാ. അപ്പൊ അവന് വേദന എടുത്ത്, അടിച്ചില്ലെങ്കിലും അവന് വേദന എടുത്ത്. എന്ത് കണ്ടപ്പോ? നിരപരാധിയുടെ വേദന കണ്ടപ്പോൾ ഉള്ളുവേദന എടുത്തു. അപ്പോ കർത്താവ് ദയ ഉണ്ടോ, ദയ എന്ന ഫലം കായ്ക്കുമോ എന്ന് നോക്കി വരുമ്പോ നോക്കുന്നത് എപ്പോഴാ? നമ്മളൊരു സിനിമയിലൊക്കെ ഓരോ ഇതിലൊക്കെ കാണൂലേ, മത്സരത്തിലും ഇതിലൊക്കെ തമ്മിൽ അടിയും പിടിയും ഒക്കെ ആയിട്ട് ചിലർ നിരപരാധികള് കഷ്ടം അനുഭവിച്ചു കഴിയുമ്പോഴത്തേക്കും എല്ലാവരും നോക്കിയിരുന്ന് കാണും. പക്ഷേ ദൈവത്തിന്റെ ജനത്തിന് ഇത് നോക്കി കണ്ടു കഴിഞ്ഞാൽ ഉള്ള് തകർന്നു പോകും. കാരണം നിരപരാധിയുടെ ദുഃഖം വരുമ്പോഴത്തേക്കും അത് കാണുമ്പോൾ തൻ്റെ വേദനയേക്കാൾ വലുത് അവന്റെ വേദനയായിട്ട് തോന്നും. അതെവിടെയാ തൻ്റെ വേദന എവിടെയാ അനുഭവിച്ചേ? തൻ്റെ വേദന എവിടെയാ അനുഭവിച്ചേ? ശരീരത്തിൽ. അവന്റെ വേദന എവിടെയാ അനുഭവിച്ചേ? മനസ്സിൽ. മനസ്സിലാവണില്ലേ? യേശു ക്രൂശിക്കപ്പെട്ടത്, ഈ അടി കൊണ്ടതും തൂങ്ങിയതും രക്തമൊലിക്കുന്നതും ഈ വേദന എടുത്ത് നിലവിളിക്കുന്നതും എല്ലാം 2 കള്ളന്മാർ കാണുക. ഒരു കള്ളൻ അവന്റെ ശരീരത്തിൽ വേദനയുണ്ട്, അവൻ ആണിയടിച്ചതൊക്കെ അവന്റെ ശരീരത്തിൽ അവൻ അനുഭവിക്കുക. യേശു ക്രൂശിക്കപ്പെട്ടത് അവന്റെ എവിടെ അനുഭവിക്കുന്നു? മനസ്സിലനുഭവിക്കുന്നു. അതാണ് ദൈവം മനുഷ്യൻ പുറമേ ഉള്ളതിനെ നോക്കുന്നു, യഹോവയായ ദൈവമോ ഹൃദയത്തെ നോക്കും, ഉള്ളത്തെ നോക്കുക. ഉള്ളത്തെ നോക്കിയതിന് ശേഷം അതിനകത്ത് വേദന വരുമ്പോഴാണ് ദൈവം നോട്ട് ചെയ്യുന്നത്. ഇങ്ങനെയുള്ളവരെ ദൈവം ലോകം മുഴുവനും നോക്കിക്കൊണ്ടിരിക്കുക. ഇപ്പോ സോദോം ഗൊമോറ എന്ന് പറയുന്ന 2 സ്ഥലത്ത്, സോദോം ഗൊമോറ എന്ന് പറയുന്നത് ഇപ്പൊ ഏതാ? ആ രാജ്യം ഏതാ? നീ പറ.
ഗോമോറ എന്ന് പറയുന്നത് 2 സ്ഥലം എന്ന് പറയുന്നത് ആ കാണുന്ന ആ, ഉപ്പുകടൽ, ചാവുകടൽ എന്ന് പറയുന്ന ആ കടലാണ് പണ്ട് സോതോം ഗോമോറയായിരുന്നത്. ഈ സോതോം ഗോമോറയിൽ ജീവിച്ചിരുന്ന ആളാണ് ലോത്ത്. ദൈവം ദൈവത്തിന്റെ ദൃഷ്ടി എല്ലായിടത്തുമുണ്ട്. നല്ലവരെയും ആകാത്തവരെയും നോക്കിക്കൊണ്ടിരിക്കുന്നു. എല്ലാവരെയും നോക്കിക്കൊണ്ടിരിക്കുക. അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ലോത്ത് അവിടെയുണ്ട്. ലോത്തിനെ നോക്കുമ്പോൾ നാൾതോറും അവരുടെ ആ ദേശക്കാരുടെ ദുഷ്ടപ്രവൃത്തികൾ കണ്ട് തൻ്റെ നീതിയുള്ള മനസ്സിൽ നൊന്തു. അവരുടെ ദുഷ്കാമ പ്രവൃത്തികളാൽ വലഞ്ഞുപോയ ലോത്തിനെ ദൈവം വിടുവിച്ചു. അപ്പോൾ വേദനപ്പെട്ടിരിക്കുക ലോത്ത് എവിടെ? ശരീരത്തിലല്ല, മനസ്സിൽ. അപ്പോൾ ലോകത്തിലേക്ക് ദൈവം നോക്കുന്നത് ഇതിനു വേണ്ടിയിട്ടാണ്. ഈ ലോകത്തിന്റെ അധർമ്മ പ്രവൃത്തികൾ കണ്ടും കേട്ടും എവിടെ വേദന എടുക്കുന്നവര്? മനസ്സ് വേദന എടുക്കുന്നവരെ ദൈവം നോക്കിക്കൊണ്ടിരിക്കുക. സഭയാണ്, ഞാൻ അങ്ങനെയാണ്, ഇന്ന സഭയിലാണ്, ഇന്ന പ്രവർത്തനമാണ്, ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ദൈവം നോക്കുമ്പോൾ നീ ലോകത്തിന്റെ അധർമ്മ പ്രവൃത്തികൾ കണ്ട് എവിടെ വേദന എടുക്കണം? മനസ്സ് വേദന എടുക്കുന്നവരെ ദൈവം അറിയുന്നുണ്ട്, നോട്ട് ചെയ്ത് വെച്ചുകൊണ്ടിരിക്കുക. നെടുവീർപ്പിട്ട് ഉള്ളം കൊണ്ട് കരയുന്നവരുണ്ട്. അതുകൊണ്ട് ഏത് മനുഷ്യന്റെയും ജീവിതത്തിൽ, ഇപ്പൊ നമ്മൾ മുമ്പ് പറഞ്ഞല്ലോ, 2 കുഞ്ഞു കുട്ടികൾ. ഒരു കുട്ടി നിരപരാധി, വേറൊരു കുട്ടി പെൻസിൽ ഒടിഞ്ഞു പോയവൻ. അവൻ സാറിൻ്റെ അടുത്ത് പരാതി കൊടുത്തു. മൂന്നാമതൊരു കുട്ടി പറയുകയാണ് ഇന്നവനാ അടിച്ചത്, ഇന്നവനാ. അവനെ തല്ലാൻ പിടിച്ചു കഴിഞ്ഞപ്പോൾ വേദന എടുത്ത് അവൻ്റെ ശരീരത്തിൽ വല്ലതും പറ്റിയോ? പിന്നെ എവിടെ പറ്റി? മനസ്സ് വേദന എടുത്ത്. നിരപരാധിയുടെ ദുഃഖത്തിൽ മനസ്സലിയുന്നവൻ അവനാണ് ദയയുള്ളവൻ. ഒരു മനുഷ്യ ജീവിതത്തിൽ അവൻ ദയയുള്ളവനാണെന്ന് ലോകത്തോട് കാണിക്കാൻ അവൻ്റെ മുമ്പിൽ കൊണ്ടുവരുന്ന ഒന്നാണ് എന്താണ്? നിരപരാധിയുടെ ദുഃഖം. ഒന്നും അറിയാത്ത. നമ്മൾ അറിയാം, കുറച്ച് നാൾ മുമ്പ് ഇവിടുന്ന് ഒരാൾ സൗദി അറേബ്യക്ക് പോയി. വേറൊരാൾ സുഹൃത്ത് പറഞ്ഞ് ഈ പാക്കറ്റ് ഒന്ന് അവിടെ കൊടുത്തേക്കണം, ജാക്കറ്റ് ഒന്ന് അവിടെ കൊടുത്തേക്കണമെന്ന് പറയും. അയാൾ മേടിച്ച് വെച്ച് അവിടെ കൊണ്ടുപോയി. എയർപോർട്ടിൽ ഇറങ്ങിയപ്പോൾ ഈ ജാക്കറ്റിനകത്ത് മയക്കുമരുന്നായിരുന്നു. പിടിച്ചു കൊണ്ടുപോയതിന് ശേഷം ഇത് ആരുടെയാണിത്? ഇത് നിങ്ങളുടെയാണോ? നിങ്ങൾ അവിടെ നിന്ന് വന്നതാണോ? 3 ചോദ്യം മറ്റേ ചോദിച്ചോളൂ. കൊണ്ടുപോയി തലവെട്ടിക്കളഞ്ഞു. എത്രയോ നാളുകൾ സാധാരണ മനുഷ്യർ അത് കേൾക്കും, കാണും, അതങ്ങ് മാറിപ്പോകും. പക്ഷേ ഫലം കായ്ക്കുന്നവരുണ്ട്. എന്ന് പറഞ്ഞാൽ ഏത് ഫലം കായ്ക്കുന്നവർ? ദയ എന്ന ഫലം കായ്ക്കുന്നവരുണ്ട്. ആ നിരപരാധിയുടെ ദുഃഖത്തിൽ ആ നിരപരാധി അനുഭവിച്ചതിനേക്കാൾ ദുഃഖം അനുഭവിച്ച ഒരു ലോകത്തിലുണ്ടെന്നാണ്. അവരാണ് ദൈവത്തിനുള്ളവർ. ഇതിങ്ങനെ ഓരോ വാർത്തകൾ നമ്മെ കേൾപ്പിക്കുമ്പോൾ നമ്മൾ ഓർത്തുകൊള്ളണം. നമ്മൾ പേപ്പർ എടുക്കുമ്പോഴത്തേക്കും നമ്മൾ ചിലപ്പോഴൊക്കെ നെടുവേർപ്പിട്ടുകൊണ്ട് ലോകത്തിന്റെ ഗതി അതാ, ലോകം അങ്ങനെയാണ്, ഇങ്ങനെയൊക്കെ പറഞ്ഞ് നിരപരാധിയായ കുഞ്ഞുങ്ങൾ വേദന അനുഭവിക്കുന്നതൊക്കെ കാണുമ്പോൾ ലോകം അങ്ങനെയാണ് എന്ന് പറഞ്ഞ് നമ്മളങ്ങ് ഒഴിയും. പക്ഷേ ആരുണ്ട്? ഈ വാർത്ത നമ്മുടെ ചെവി കേട്ടപ്പോൾ, നമ്മുടെ കണ്ണിന് കണ്ടപ്പോൾ അവിടെ അടുത്തൊരാൾ വന്നിട്ടുണ്ട്. ആര്? കർത്താവ്. എന്തിനു വേണ്ടിയിട്ട്? ഫലം പറിക്കാൻ. ഏത് ഫലം? ദയ എന്നുള്ള ഫലം പറിക്കാൻ വന്നിരിക്കുന്നതാണ്. നോക്കി നിരപരാധിയുടെ ദുഃഖം, അവൻ്റെ ദുഃഖം, ആ നിരപരാധിയുടെ ദുഃഖം വലുതായി കണ്ടവനെ ഫലവുമായിട്ട് കർത്താവ് മടക്കി. ഇങ്ങനെയുള്ളവരെയാണ് ദൈവം സുവിശേഷത്താൽ സഭയിലേക്ക് വിളിക്കുന്നത്. ആരെ? തൻ്റെ ദുഃഖത്തെക്കാൾ നിരപരാധിയുടെ ദുഃഖം വലുതായി കാണുന്ന ഒരാളുണ്ടെങ്കിൽ അവനെ ദൈവം സഭയിൽ കൊണ്ടുവന്നിരിക്കും.
അതാണ് സുവിശേഷത്തിന്റെ പ്രത്യേകത. അതാണ് സുവിശേഷം പ്രസംഗിക്കുമ്പോൾ ആരെ പ്രസംഗിക്കണമെന്ന് പറഞ്ഞിരിക്കുന്നത്. എവിടെ പോയെന്നാലും നിങ്ങൾ സുവിശേഷം പ്രസംഗിക്കുമ്പോൾ ക്രിസ്തുവിനെ പ്രസംഗിക്കണം. ക്രിസ്തുവിനെ പ്രസംഗിക്കണം എന്ന് പറഞ്ഞതിന്റെ കാരണം, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധ്യം വരുത്തുന്നവനാണ്. എന്നിൽ ക്രിസ്തുവിൽ വിശ്വസിക്കാത്തതുകൊണ്ട് പാപത്തെക്കുറിച്ചും, ക്രിസ്തു പിതാവിന്റെ അടുക്കൽ പോകുന്നതുകൊണ്ട് നീതിയെക്കുറിച്ചും, ഈ ലോകത്തിന്റെ പ്രഭു വിധിക്കപ്പെട്ടിരിക്കുന്നതുകൊണ്ട് ന്യായവിധിയെക്കുറിച്ചും പ്രസംഗിക്കണമെന്നാണ് അതിന്റെ വ്യവസ്ഥ. അപ്പൊ ക്രിസ്തുവിനെ കുറിച്ച് കേട്ട് കഴിയുമ്പോൾ അവന്റെ ജനനം, അവന്റെ നിഷ്കളങ്കത, അവന്റെ ജീവിതം, അവൻ മറ്റുള്ളവർക്ക് വേണ്ടി കരഞ്ഞത്, ലോകത്തിന് വേണ്ടി അവന്റെ ഹൃദയം വേദനിച്ചത്, തൻ്റെ ജനത്തിന് വേണ്ടി കഷ്ടം അനുഭവിച്ചത്, താൻ ഒരു തെറ്റും ചെയ്യാതെ പീഡിപ്പിക്കപ്പെട്ടത്, മരണത്തോളം അനുസരണമുള്ളവനായി തീർന്ന്, ഈ കാര്യങ്ങളെല്ലാം കേട്ട് കഴിയുമ്പോൾ കേൾക്കുന്ന മനുഷ്യന്റെ ഉള്ളിൽ എന്ത് നിറയും? നിരപരാധിയെക്കുറിച്ചുള്ള ദുഃഖം ഉള്ളിൽ നിറയും. ലോകത്തിൽ ഏറ്റവും വലിയ നിരപരാധിയാണ് ആര്? ആര്? യേശു. ഏറ്റവും വലിയ ശിക്ഷ അനുഭവിച്ചവനും ഏറ്റവും നിരപരാധിയുമാണ് ആര്? ക്രിസ്തു. അത് കേൾക്കുമ്പോൾ, ആ ക്രിസ്തുവിനെ കേൾക്കുമ്പോൾ, അവന്റെ നിരപരാധിത്വത്തെ കേൾക്കുമ്പോൾ, ദൈവം മുൻകണ്ടിട്ടുള്ളവന്റെ ഉള്ളിൽ, കരുണയാൽ, സഹതാപത്താൽ നിറയും, വേദനപ്പെടും. തൻ്റെ ദുഃഖത്തെക്കാൾ അവന്റെ ദുഃഖം വലിയതായി തോന്നും. ഇങ്ങനെ വരുമ്പോഴാണ് അവനെ യോഗ്യനെന്ന് കർത്താവ് എണ്ണുന്നത്. അങ്ങനെയാണ്, അവനാണ് മുൻ നിയമിക്കപ്പെട്ടവൻ. ഇങ്ങനെയുള്ളവരെയാണ് കർത്താവ് വിശ്വാസത്തിലേക്ക് വിളിക്കുന്നത്. കർത്താവിന് സ്തോത്രം. അപ്പോ ദയ എന്ന ഫലം ദൈവം കർത്താവ് അനുഭവിക്കാൻ വരുമ്പോൾ അതിൻ്റെ അടയാളം എന്താണ്? നമുക്ക് എൻ്റെ അടുത്ത് കർത്താവ് ദയ എന്ന ഫലം പറിക്കാൻ വന്നിട്ടുണ്ട് എന്ന് നമ്മൾ തീരുമാനിക്കുന്നത് എപ്പോഴാണ്? പെട്ടെന്നൊരു വാർത്ത കേട്ടു. എന്ത് വാർത്ത? നിരപരാധിയുടെ ദുഃഖം. ഇല്ലെങ്കിൽ താനുമായി ബന്ധപ്പെട്ട ഒരു തെറ്റും ചെയ്യാത്തവൻ കഷ്ടം അനുഭവിക്കുന്ന ഒരു വാർത്ത. ഏതെങ്കിലും ഒരു കാര്യം തൻ്റെ ജീവിതത്തിൽ ഒരു അപ്പം ഓർത്തോളണം, എൻ്റെ കർത്താവ് ഫലം പറിക്കാൻ വന്നവനാണ്, ഈ ഫലം പറിച്ചുകൊണ്ട് പോകാൻ വന്നവനാണ്. എന്നിൽ നിന്ന് ഈ ഫലം കർത്താവിന് കിട്ടിയാൽ ഞാൻ അനുഗ്രഹിക്കപ്പെടും. ഒരു ദിവസത്തേക്കല്ല, 2 ദിവസത്തേക്കല്ല, എന്നേക്കും. ആ ഫലം പറിച്ച് തിന്നവൻ ആ ഫലം കൈക്കലാക്കിയിട്ടുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും ഈ ലോകത്തോടുകൂടി നശിക്കാൻ അവരെ സമ്മതിക്കില്ല. ഒന്നുകൂടി നമ്മൾ ഓർക്കുകയാണ്, കർത്താവ് ഫലം കായ്ക്കുന്ന വൃക്ഷങ്ങളായിട്ട് കർത്താവിൻ്റെ ജനത്തെ നിർത്തിയിരിക്കുന്നു. സ്നേഹം എന്ന ഫലം കായ്ക്കാൻ വരുമ്പോൾ അവൻ്റെ നേരെ ആര് വരുന്നു? അവൻ്റെ ശത്രു വരുന്നു. സന്തോഷം ഫലം കായ്ക്കാനായിട്ട് വരുമ്പോൾ അവൻ എന്ത് വരുന്നു? ഇച്ഛാഭംഗവും ദുഃഖവും വരുന്ന സമയത്ത് കർത്താവ് വരുന്നു. ദീർഘക്ഷമ എന്ന ഫലം പറിക്കാൻ വരുമ്പോൾ അവൻ എന്ത് വരുന്നു? 2 ഘട്ടങ്ങൾ വരുന്നു. 1 മരണഭയം, 2 മരണം. ഈ 2 ഘട്ടങ്ങളിലും മരണഭയത്തെ കീഴ്പ്പെടാതെ മരണത്തെ സ്വീകരിക്കാൻ തയ്യാറായാൽ ഫലം കായ്ക്കുന്ന വൃക്ഷമായി കണക്കൂട്ടി ഫലവുമായി കർത്താവ് മടങ്ങുന്നു. 4-മത്തത് ദയ എന്ന ഫലം പറിക്കാനായിട്ട് വരുമ്പോൾ അവൻ കാണുന്നത് എന്തായിരിക്കും? ഒരു നിരപരാധിയുടെ ജീവിതം, ഒരു നിരപരാധിയുടെ ദുഃഖം അവൻ്റെ ജീവിതത്തിൽ അവൻ കാണുകയോ കേൾക്കുകയോ ചെയ്യും. ഈ സമയത്ത് അവൻ്റെ ഹൃദയാവസ്ഥ ദൈവം നോക്കും. ദൈവം നോക്കി അതിൽ തൻ്റെ ദുഃഖത്തെക്കാൾ വലിയതാണ് നിരപരാധിയുടെ ദുഃഖമെന്ന് കള്ളന് തോന്നിയതുപോലെ തോന്നിയാൽ, വചനം പറയുന്നത്, നീ എന്നോട് കൂടെ പരദീസിൽ ഇരിക്കുമെന്ന് വചനത്തിലുള്ളത് പോലെ എന്നേക്കും കർത്താവിൻ്റെതായിട്ട് അവൻ ചേർക്കപ്പെടും. കർത്താവിന് സ്തോത്രം. കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. വചനമൻ ആത്മാവിൻ ദാഹം തീർപ്പാൻ അരുളുകദാസരിൽ വരമധികം. വചനമൻ ആത്മാവിൻ ദാഹം തീർപ്പാൻ
അരുളുക ദാസരിൽ വരമധികം ആത്മാവിൻ തിരുശക്തിയാൽ നിറയുവാൻ നിൻ ജനങ്ങൾ പകരുക ആത്മാവിൻ തിരുശക്തിയാൽ നിറയുവാൻ നിൻ ജനങ്ങൾ കേൾക്കണേ എൻ പ്രാർത്ഥന നൽകണേ എൻ യാചന കേൾക്കണേ എൻ പ്രാർത്ഥന നൽകണേ എൻ യാചന. പ്രാർത്ഥിക്കാം. മോള് പ്രാർത്ഥിക്കാം. ലേനി അവസാനം. ദൈവമേ, സ്തോത്രം സ്തോത്രം കർത്താവേ. സ്തോത്രം ചെയ്ത് നിർത്താം. സ്തോത്രം. പ്രാർത്ഥിക്കുന്നു. ആമേൻ. നമ്മുടെ കർത്താവും പ്രിയ രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ കൃപയും സമാധാനവും നാം ഏവരോടും എന്നാളും ഉണ്ടായിരിക്കുമാറാകട്ടെ.